ഈ സീസ് ഫയർ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ആദ്യം ന്യൂക്ലിയർ വെപ്പൺസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ആദ്യത്തെ സംഭവം ഉണ്ടാവുന്നത്, ഇസ്രായേൽ കയറി അടിക്കുന്നത്. അവിടുന്നൊക്കെ കണ്ടീഷനും ഡിമാൻഡും ഒക്കെ അങ്ങ് മാറി, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് ഇറാനിൽ പൂർണ്ണമായിട്ട് ജനാധിപത്യം ഉണ്ടാക്കണം. രണ്ടാമത്, അവിടുത്തെ മത നേതാക്കൾ അവിടുത്തെ ഭരണത്തിൽ ഇടപെടാൻ പാടില്ല, പൂർണ്ണമായിട്ടും സെക്കുലർ ആയിരിക്കണം ആ രാജ്യം. ആ രാജ്യത്ത് റീബിൽഡ് ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങളും ലോക രാജ്യങ്ങളും തയ്യാറാണ്. ഒരു നാലാമത്തെ ഡിമാൻഡുണ്ട്. അത് ബേസിക്കലി ഇറാന്റെ മേളിൽ തൊലയ്ക്കുന്ന ഡിമാൻഡ്. അതായത് ഹോർമുസ് സ്ട്രെയിറ്റ്, ഹോർമുസ് കടലിടുക്കെന്ന് പറയുന്നത് സംരക്ഷണ ചുമതല, അതിൻ്റെ ചുമതല ഇനി മുതൽ ഇറാനായിരിക്കുകയില്ല. സൗദി അറേബ്യയും UAEയും ചേർന്ന അറേബ്യൻ രാജ്യങ്ങളായിരിക്കും അതിൻ്റെ സെക്യൂരിറ്റിയുടെ മേൽനോട്ടം. അതായത് ഇറാൻ അതിനകത്ത് കൈവെക്കാൻ പറ്റില്ല. കണ്ടോ സംഭവം പിച്ചു മാറിയത് കണ്ടോ? കാരണം ഇറാൻ വാറ് തോൽക്കാൻ പോവുകയാണ്. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്, വാറ് തോറ്റവന്റെ മേളിൽ കൊണ്ട് വെക്കുന്നതാണ് കരാർ. അത് കരാറിൻ്റെ അകത്ത് ഇവ പറയുന്ന മുഴുവൻ ഡിമാൻഡും അംഗീകരിക്കണം.